ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്തത് ജിഞ്ചർ ഹണി മീട്ട എന്ന് പറയുന്ന ഇഞ്ചിക്കറിയാണ്. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ചിരിക്കേണ്ട ഒരു കറിയാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസുമായിട്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളത്. വളരെ രുചികരമായിട്ടുള്ള ഒരു തുടുകറിയാണ്. ഇത് തയ്യാറാക്കുന്നത് നമ്മുടെ ഹണിബി ഗ്രൂപ്പിലെ ഉണ്ണികൃഷ്ണൻ TR ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാം. നമുക്ക് ഇതിന് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് പറയാം. ഇഞ്ചി, ഉള്ളി, തേങ്ങ, വെളുത്തുള്ളി, ഉലുവാപ്പൊടി, കായപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വാളംപുളി, കടുക്, പത്തലമുളക്, കറിവേപ്പില, ഹണി, തേൻ. നമ്മൾ തിളച്ച ഓയിലിനകത്തോട്ട് നമ്മൾ ഇഞ്ചി ഇട്ട് വറക്കുകയാണ്. പിന്നെ നമ്മൾ ഇതെല്ലാം ഓയിലിനകത്ത് ഇട്ട് മൂപ്പിച്ചെടുക്കുന്നു. അപ്പോൾ ഇഞ്ചി മൂപ്പിച്ചിട്ടുണ്ട്. ഈ പരുവത്തിനാണ് നമ്മൾ ഇഞ്ചി എടുക്കേണ്ടത്. അപ്പോൾ ഇഞ്ചി നമ്മൾ കോരുവാണ്. നമ്മൾ ഇഞ്ചി വറുത്ത് ഈ പരുവാകുമ്പോഴത്തേനും കോരി എടുത്ത് വെക്കാം. ഉള്ളി കോരുവാണ്. ഇതുണ്ടോ, ഉള്ളി ഈ ഒരു മൂപ്പാകുമ്പോഴത്തേന് നമുക്ക് ഉള്ളി മാറ്റിയെടുക്കണം. ഇപ്പോൾ അടുത്ത ഉള്ളി നമ്മൾ വഴറ്റി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ തേങ്ങ ഇട്ട് വഴറ്റാൻ പോവുകയാണ്. അപ്പം നമ്മുടെ തേങ്ങയും മൂത്തിരിക്കുകയാണ്. ഇനി നമ്മൾ തേങ്ങ കോരുകയാണ്. ഇനിയിപ്പോൾ ഇത് പൊടിക്കുക. ഈ പരുവത്തിലാണ് നമ്മൾ കോരേണ്ടത്. നമ്മളിപ്പോൾ എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചെടുത്ത ഇഞ്ചിയാണിത്. ഇഞ്ചി, തേങ്ങ, ഉള്ളി എന്നിവയാണ്. ഇത് മിക്സിക്കകത്ത് നമ്മൾ ഇപ്പോൾ അരച്ചെടുത്തിരിക്കുകയാണ്. ഇത് നമ്മുടെ വാളംപുളിയാണ്. ഇത് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് ഇത് പിഴിഞ്ഞ് എടുത്തിരിക്കുകയാണ്. ഇതിനി നമ്മൾ ഇതിനകത്ത് ചേർക്കുകയാണ്. കടുക്, അടുത്ത വെളുത്തുള്ളിയാണ്. മുളക് പൊടി ഇടുകയാണ്. നമ്മളിപ്പോൾ ഇടുന്നത് കാശ്മീരമാണ്. കായപ്പൊടിയാണ്. ഇപ്പോൾ ഉലുവ ചേർത്തിരിക്കുകയാണ്. മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ ഉപ്പിടുകയാണ്. ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇടേണ്ടത്. നമ്മൾ ഉണക്കമുളകാണ് ഇടുന്നത്. ഉണക്കമുളക്, പത്തലമുളക്. നമ്മൾ കറിവേപ്പില ഇടുകയാണ്. കറിവേപ്പില നമുക്ക് ആവശ്യത്തിനിടാം. നമ്മൾ വാളംപുളി പിഴിഞ്ഞു വെച്ചതാണ്, അത് നമ്മൾ ഒഴിക്കുകയാണ്. നമ്മൾ ഇത് തിളച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ മിക്സിക്കകത്ത് അരച്ച് വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങൾ നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇടുന്നത് ഇഞ്ചി. ഇഞ്ചിയാണ്. അതിനുശേഷം നമ്മൾ മിക്സിക്കകത്ത് അരച്ചെടുത്ത ഉള്ളി, അതുപോലെ തേങ്ങ അരച്ച് വെച്ചത്, തേങ്ങ അരച്ച് വെച്ചത് നമ്മൾ ഇട്ടിരിക്കുകയാണ്. ഇനി ഇത് നമ്മൾ നല്ലവണ്ണം ഇളക്കണം. എല്ലാ കൂട്ടുകളും റെഡിയാക്കി തിളച്ച് വന്നിരിക്കുകയാണ്. ഇനി ഇപ്പോൾ നമുക്ക് നമ്മുടെ ഹണി ഒഴിച്ച് നമ്മുടെ ജിഞ്ചർ ഹണി മീട്ട റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ ജിഞ്ചർ ഹണി മീട്ട ഇവിടെ ഏകദേശം റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതിനകത്ത് ചേർക്കാനുള്ളത് തേനാണ്, ഹണി. നമ്മുടെ നെടുങ്കുന്നം ഹണിബി ഗ്രൂപ്പിലെ തൊട്ടിക്കൽ ബി ഫാമിൽ നിന്നുള്ള ശുദ്ധമായ നാടൻ തേനാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത്. നാടൻ ചേർക്കുകയാണ്. അപ്പോൾ ഈ തേൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ നമ്മൾ നമ്പർ കൊടുത്തിരിക്കും. ഉണ്ണികൃഷ്ണൻ TR ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തേനോ തേനിൻ്റെ മറ്റ് ഉൽപ്പന്നങ്ങളോ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. കൊറിയർ വഴിയും നേരിട്ടും നിങ്ങൾക്ക് ഈ തേനിൻ്റെ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതായിരിക്കും. കാരണം നമ്മുടെ ഇഞ്ചിക്കറിക്കകത്ത് എല്ലാവരും ശർക്കര, പഞ്ചസാരയാണ് ഒഴിക്കുന്നത്. നമ്മളത് മാറ്റി അതിന് പകരം നമ്മൾ ഹണി ചേർക്കുന്നു. അതാണ് നമ്മൾ അതിന് പേരിട്ടിരിക്കുന്നത് ജിഞ്ചർ ഹണി മീട്ട. നല്ല ടേസ്റ്റുള്ള നല്ല രുചികരമായ ഒരു തൊടുകറിയാണ്. അപ്പം നമ്മുടെ ജിഞ്ചർ ഹണി മീട്ട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പഞ്ചസാരയും ശർക്കരയും ഒന്നും ചേർക്കാതെ ഹണി ചേർത്തുള്ള ജിഞ്ചർ ഹണി മീട്ട. നെടുങ്കുന്നം ഹണിബി ഗ്രൂപ്പിലെ തൊട്ടിക്കൽ ബി ഫാമിൽ നിന്നുള്ള ശുദ്ധമായ നാടൻ തേനിൽ നിർമ്മിച്ച തേനും, വൻതേൻ, ചെറുതേൻ, അതുപോലെ തന്നെ തേൻ ഉൽപ്പന്നങ്ങൾ
ഒട്ടനവധി തേൻ ഉൽപ്പന്നങ്ങളുണ്ട്. ഇത് ആവശ്യമുള്ളവർക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. തൊട്ടിക്കൽ ബി ഫാം, നെടുങ്കുന്നം.